From today onwards, we will be like a family and all together. There should be a unity among us, and for the development and success of our village, we should be together. Thank you. കണ്ട കോൺഗ്രസിലുമുണ്ട് മണി മണി പോലെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുട്ടികൾ. ഇത് കാസർഗോഡ് ജില്ലയിലെ പുത്തികൈ പഞ്ചായത്ത് ഓഫീസ്. ഈ സംസാരിച്ചുകൊണ്ടിരുന്നത് ഫിദ ഊജംപദം, പുത്തികൈ പഞ്ചായത്തിന്റെ നിയുക്ത പ്രസിഡന്റ് ചുണക്കുട്ടി. അതെ, കാസർഗോഡ് തന്നെയാണ് വിദ്യ കുറഞ്ഞവർ എന്ന് മറ്റുള്ളവർ പരിഹസിച്ചിരുന്ന ഒരു ജില്ല. ശിക്ഷാസ്ഥല മാറ്റങ്ങൾക്ക് ഇനി തലസ്ഥാനത്തെ ഏമാന്മാർ തിരഞ്ഞെടുത്തിരുന്ന ഒരു ജില്ല. പിന്നോക്ക ജില്ലയിൽ നിന്ന് മുദ്രകുത്തപ്പെട്ട ഒരു ജില്ല. വനിതകളെ വീടിന്റെ അടുക്കളകളിൽ ഒതുക്കി നിർത്തുന്നവരെന്ന് പഴി പറഞ്ഞിരുന്ന ജില്ല. അതിലുപരി സംസാരിക്കുന്നത് ഒരു പിന്നോക്ക സമുദായത്തിൽപ്പെട്ട യുവ വനിത എന്നത് കൂടിയാകുമ്പോൾ നാം ഓരോരുത്തർക്കും അഭിമാനിക്കും. ഏറെ പിന്നോക്കം നിൽക്കുന്ന തന്റെ പഞ്ചായത്തിനെ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് ഫിദ പ്രതികരിക്കുന്നു. അടുത്ത മറുപടി ഇംഗ്ലീഷ് ഭാഷയെ എടുത്ത് തലങ്ങും വിലങ്ങും പെരുമാറുന്നവർക്കുള്ളതാണ്. തനിക്ക് സംസാരിക്കാൻ ഇംഗ്ലീഷാണ് കൂടുതൽ സൗകര്യപ്രദം, അതിനാലാണ് ഇംഗ്ലീഷിൽ സംസാരിച്ചത്. ഭാഷ ഇതൊന്നല്ല, ഉന്നയിക്കുന്ന വിഷയമാണ് പ്രധാനമെന്നും പറയുന്നത് മണ്ടത്തരമാകരുതെന്നും ഫിദ പ്രതികരിച്ചു. മലയാളത്തിൽ സംസാരിക്കുമ്പോൾ പ്രാദേശിക ശൈലി ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നത് ആരെങ്കിലും കളിയാക്കിയാലോ എന്ന് കരുതി അത് ഒഴിവാക്കാനാണ് ഇംഗ്ലീഷിൽ സംസാരിച്ചത്. ഏത് ഭാഷയിൽ സംസാരിക്കുന്നു എന്നതല്ല, മറിച്ച് പറയുന്ന കാര്യങ്ങൾ മണ്ടത്തരമാകാതെ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. ഏത് ഭാഷയിൽ സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായാൽ. മാധ്യമങ്ങൾ സംസാരിക്കുമ്പോഴും ഇംഗ്ലീഷ് പറയാൻ അറിയില്ലെങ്കിൽ അറിയുന്ന ഭാഷയിൽ സംസാരിക്കുന്നതാണ് ഉചിതം. വിവർത്തനം ചെയ്യാൻ ഇന്നത്തെ കാലത്ത് സൗകര്യങ്ങൾ ഏറെയുണ്ടെന്നും ഫിദ പറയും. അതൊരു ഉപദേശം കൂടിയാണ്. അതേസമയം താൻ ഇംഗ്ലീഷ് മാത്രമായിരിക്കില്ല സ്ഥിരം സംസാരിക്കുകയെന്നും ഫിദ പറയുന്നുണ്ട്. അങ്ങനെ ഫിദയെ കളിയാക്കാൻ തയ്യാറായിരുന്നവരുടെ പത്തി താഴ്ത്തി. പഞ്ചായത്തിലെ അംഗങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കാനാണ് താൻ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ സൗകര്യം ഇംഗ്ലീഷായി. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നിന്നും MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠനം പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് ഫിദയെ പുത്തികൈ പഞ്ചായത്തിലെ ഉജ്ജംപദവ് വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയത്. പിന്നാലെ CPM സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി ഫിദ ജയിക്കുകയായി. പഞ്ചായത്തിൽ ഭൂരിപക്ഷം നേടിയതോടെ പ്രസിഡന്റായി ഫിദയെ കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് നിശ്ചയിച്ചത്. അപ്പോൾ ഒന്നുകൂടി ഓർക്കുക, ചുണക്കുട്ടികൾ CPM മാത്രമല്ല, അവിടെ ഒന്നുണ്ടെങ്കിൽ കോൺഗ്രസിൽ 10 പേരുണ്ട്.